മെർമെയ്ഡ് കഥകൾ കേട്ടിട്ട് കുറച്ച് നാളുകളായില്ലേ? ഇന്ന് നമുക്ക് മത്സ്യകന്യകന്മാരുടെ കഥ കേട്ടാലോ? ഇവിടെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 മത്സ്യകന്യകന്മാരുടെ രസകരമായ ഒരു കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 2022 റിലീസായ ഐ ഡോണ്ട് വോണ്ട് ടു ഫോൾ ഇൻ ലവ് വിത്ത് ഹ്യൂമൻസ് എന്ന ഫാന്റസിയും കോമഡിയും റൊമാൻസും ഒക്കെയുള്ള വളരെ രസകരമായ ഒരു കഥ. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് 4 ചുള്ളൻ പയ്യന്മാരെ കാണിച്ചുകൊണ്ടാണ്. ആക്ച്വലി ഈ പയ്യന്മാരെന്ന് പറയാമോ എന്ന് അറിഞ്ഞൂടാ, കാരണം ഇവരൊക്കെ മത്സ്യകന്യകന്മാരാണ്. പക്ഷെ എന്ത് ചുള്ളന്മാരാണല്ലേ. അതിൽ ആ കാണുന്നതാണ് നമ്മുടെ കഥാനായകനായ ഈയുടെ കൂടെയുള്ള മറ്റു 3 പേർ. അവന്റെ സഹോദരങ്ങളാണ് സാൻ, സി, എർ എന്നിങ്ങനെയാണ് അവരുടെ 3 പേരുടെയും പേരുകൾ. ഒരാൾ അവിടേക്ക് എത്തുന്നത് അയാളെ കണ്ടപാടെ ഈ വളരെ വെപ്രാളത്തിലാവുന്നു. കാരണം ഈ ഒരു മത്സ്യകന്യകന്മാരുടെ പ്രിൻസ് ആണ്. അവനെ വിവാഹം കഴിപ്പിക്കാനായുള്ള പരിശ്രമത്തിലാണ് അങ്കിളും. പക്ഷെ വിവാഹം എന്ന ഒരു കോൺസെപ്റ്റിനോട് അവന് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറി നടക്കാണ്. ഇപ്പൊ തന്നെ അങ്കിൾ അടുത്തേക്ക് വരുമ്പോ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ക്വിങ്ങിനെയാണ്. ക്വിങ് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒരു ചെറിയ ആഘോഷത്തിലാണ്. ബോയ് ഫ്രണ്ടിന് പ്രൊമോഷൻ കിട്ടിയെന്നും പറഞ്ഞ് അവൻ നൽകുന്ന ആ പാർട്ടിയിൽ അവൾ ബോയ് ഫ്രണ്ടിന്റെ ബോസിനെ കാണുന്നു. അവരോട് എന്റെ ബോയ് ഫ്രണ്ടിന് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ലൊരു ബോസാണ് നിങ്ങൾ, വളരെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ക്വിങ് സംസാരിക്കുമ്പോൾ അവളോട് ഞാനല്ലേ നിന്നോട് താങ്ക്സ് പറയേണ്ടത്, നിങ്ങൾ ആ ബീച്ച് സൈഡിലുള്ള നിങ്ങളുടെ റിസോർട്ട് ഞങ്ങൾക്ക് വിൽക്കാന്ന് പറഞ്ഞത് തന്നെ ഞങ്ങളുടെ ബിസിനസ്സിന് വലിയൊരു ബൂസ്റ്റാ, അതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറയുമ്പോൾ അത് വിൽക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ക്വിങ് ഉടനെ പറയുന്നു. അവൾ ഇതിൽ ബോയ് ഫ്രണ്ട് എന്തോ തരികിട കാണിച്ചതാണെന്ന് മനസ്സിലാക്കി അവനെ മാറ്റി നിർത്തി എന്ത് നീ പറയുന്നത്, ഞാൻ ആ പ്രോപ്പർട്ടി ഒന്നും നിന്റെ കമ്പനിക്ക് വിൽക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചെയ്തു കൂട്ടല്ലേ, എനിക്ക് ആ പ്രോപ്പർട്ടി എത്ര വലുതാണെന്ന് നിനക്ക് അറിയാമെന്നെല്ലാം ദേഷ്യപ്പെട്ടു പോകുന്നു. ഈ സംസാരം കേൾക്കുന്ന ബോസ് തന്റെ സ്റ്റാഫായ ബോയ് ഫ്രണ്ടിനോട് എന്താ നടക്കുന്നത്, നീ അത് അവള് വിൽക്കാൻ സമ്മതിച്ചു എന്നല്ല പറഞ്ഞത്, എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ മാഡം എനിക്ക് കുറച്ച് ദിവസം മാഡം ഒന്ന് ടൈം തരണം, അവളെ ഞാൻ പ്രപ്പോസ് ചെയ്ത് ഒന്ന് വിവാഹം കഴിക്കട്ടെ, അങ്ങനെ ആവുമ്പോ അവളുടെ സ്വത്ത് എന്റെ സ്വത്താവുമല്ലോ, എനിക്ക് അവളുടെ സമ്മതം പോലും ഇല്ലാതെ അത് ഈസിയായി മറച്ചു വിൽക്കാൻ സാധിക്കും, ഞാനത് ചെയ്യാം, പക്ഷെ അതിനുള്ള ഒരു സാവകാശം മേഡം തരണമെന്ന് ബോയ് ഫ്രണ്ട് പറയുമ്പോ ഒരു 10 ദിവസം അതിൽ കൂടുതൽ തരാൻ പറ്റത്തില്ല, അതിനോടകം നിന്റെ ആ ഗേൾ ഫ്രണ്ടിനെ കല്യാണം കഴിച്ച് ആ സ്വത്ത് കൈക്കലാക്ക്, എന്നിട്ട് അത് കമ്പനിക്ക് വിറ്റ് കമ്പനിയിൽ നല്ല പ്രൊമോഷൻ നേടി ജീവിതം അടിച്ചു പൊളിക്കാനായി ബോസ് അവനെ ഉപദേശിക്കുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോ കല്യാണക്കാരൻ പേടിച്ച് അങ്കിളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന ഈയെ അങ്കിള് കൈയോടെ പിടികൂടുന്നു. എടാ മോനെ, നീ ഈ മത്സ്യകന്യകന്മാരുടെ പ്രിൻസ് അല്ലേ, നീ ഒരു വിവാഹം ഒക്കെ ചെയ്ത് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണ്ടേ എന്ന് അങ്കിള് പറയുന്നതൊന്നും തന്നെ കേൾക്കാനായി ഈ തയ്യാറല്ല. അവനെ അവന്റെ സഹോദരന്മാരായ മറ്റു 3 പയ്യന്മാരും കൂടി അങ്കിളിനെ പിടിച്ചു വെച്ച് സഹായിക്കുമ്പോ അവൻ ആ ഗ്യാപ്പിന് പിടുത്തം വിട്ട് ഓടിപ്പോകുന്നു. അവൻ നേരെ കടലിലേക്ക് ചാടി ഒരു മത്സ്യകന്യകന്റെ പൂർണ്ണ രൂപത്തിലേക്ക് മാറി നീന്തി പൊക്കൊണ്ടിരിക്കുന്നു. ഇതേ ടീം മുന്നേ ബോയ് ഫ്രണ്ടുമായി നടന്ന സംസാരത്തിന്റെ കാര്യമൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ട് ക്വിങ് ബീച്ചിനോട് ചേർന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവളുടെ കയ്യിലുള്ള ചെയിനിലെ പെൻഡന്റായി വെച്ചിരിക്കുന്ന ആരുടെയോ ഫോട്ടോ നോക്കി വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അത് കടലിലേക്ക് വീഴുന്നു. അവളത് പിടിക്കാനായി നോക്കുമ്പോൾ അവളും വീഴാണ്. കറക്റ്റ് ആ ഒരു സ്ഥലത്തേക്കാണ് ഈ നീന്തി വന്നുകൊണ്ടിരുന്നത്. അവൻ ആ ചെയിനും പിടിക്കുന്നു, ഒപ്പം ഇവളെയും കാണുന്നു. ഇവളാകട്ടെ പെട്ടെന്ന് ശ്വാസം മുട്ടുന്നത് കൊണ്ട് തന്നെ മുന്നിൽ കണ്ട അവനെ പിടിച്ച് കിസ് അടിക്കുകയാണ്. കാരണം കിസ് ചെയ്യുമ്പോൾ വായിലൂടെ ഓക്സിജൻ കിട്ടാനായി. ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ വായിലൂടെ ഓക്സിജൻ കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആ ഒരു സമയം അവൻ ആകെ ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഈയുടെ കൺട്രോൾ ഇല്ലാതെ അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു പേള് പോലെ സാധനം വാ വഴി ക്വിങ്ങിന്റെ ശരീരത്തിലേക്ക് ചെന്ന് അത് അവളുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിക്കുന്നു. ഇത് ഈ മത്സ്യകന്യകന്മാർക്കൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. തനിക്ക് അത് നഷ്ടപ്പെട്ട കാര്യം മനസ്സിലാക്കുന്ന ഈ വളരെ പാനിക് ആവുന്നു. അപ്പോഴേക്കും അവിടെ ഒരു സ്ഫോടനം പോലെ ഉണ്ടായി 2 പേരും 2 ഡിറക്ഷൻസിലേക്ക് തെറിച്ചു വീഴുന്നു. ഇതേസമയം കരയിലിരുന്ന് അങ്കിള് മറ്റു 3 പേരെയും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചേട്ടന് വിവാഹം ചെയ്യാൻ മനസ്സില്ലെങ്കിൽ അത് നിങ്ങളെയും കൂടിയാ ബാധിക്കുക. ഓൾറെഡി അവൻ നിങ്ങളുടെ ഒക്കെ പ്രിൻസ് ആണ്, അവൻ വേണം എല്ലാവർക്കും മാതൃകയാവാൻ. ഇപ്പൊ അവനെ വിവാഹം കഴിച്ച് ഒരു നല്ല ഫാമിലിയായി ജീവിക്കേണ്ട സമയമല്ലേ, ഇതൊക്കെ സമയാസമയം ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോ ചെയ്യാനാണെന്നല്ല അങ്കിൾ പറയുമ്പോ ഈയുടെ സഹോദരന്മാരായ സിക്കും സാനും എറിനും ഒക്കെ ശരിയാണ്, അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴേക്കും ഈക്ക് അപകടം പറ്റി എന്നത് ഇവരുടെയൊക്കെ കയ്യിലുള്ള പരസ്പരം കണക്ടിവിറ്റിയുള്ള ഒരു ബ്രേസ്ലെറ്റിലെ ഇൻഡിക്കേഷനിലൂടെ അവർക്ക് മനസ്സിലാവുന്നു. അപ്പോഴേക്കും ക്വിങ് കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ അങ്ങനെ ബോധരഹിതയായി കിടക്കുന്നത് അവളെ അന്വേഷിച്ചെത്തുന്ന ബോയ് ഫ്രണ്ട് കാണുകയും അവൻ അവളെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പിന്നീട് വീട്ടിൽ ഉറങ്ങുന്ന ക്വിങ്ങിന് ഈ നടന്ന കാര്യങ്ങൾ സ്വപ്നമായി വരുന്നു. ഒരു വലിയ സ്ഫോടനം പോലെ തിരമാല വന്നടിച്ച് ഇവർ 2 വശത്തേക്ക് സെപ്പറേറ്റഡ് ആവുന്ന ആ ഒരു ടീം അവൾ ഞെട്ടി ഉണരുന്നു. വെള്ളം കുടിക്കാനായി നിൽക്കുന്ന സമയത്താണ് ജനലിൽ ഒരാൾ വന്ന് തട്ടുന്നത്. അത് മറ്റാരുമല്ല ഈയാണ്. അവൻ അകത്തേക്ക് കടന്നു വരുമ്പോ ഇവൾക്കാകെ പേടിയാവുന്നു. ഇവനെ കണ്ടതുപോലെ അവൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിലും ഇവൻ ആരാണെന്ന് മനസ്സിലാവാത്തവൾ, ആരാ നീ, എന്തിനിങ്ങനെ തള്ളിക്കയറി വരുന്നത്, ഇറങ്ങിപ്പൊക്കെ, ദേ എന്റെ റിസോർട്ടിലെ ഗസ്റ്റ് ഒക്കെ ഉണ്ട്, നല്ല ജിമ്മന്മാരും ഉണ്ട്, അവന്മാരെ വിളിച്ച് അടി കൊള്ളണ്ടെങ്കിൽ പോവാൻ പറയുമ്പോ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് വല്ലാത്ത പരവേശം എടുക്കുക.
നിൽക്കുകയാണ് അവൾ വെള്ളം എടുക്കാനായി പോകുമ്പോഴേക്കും ഇവൻ അവിടെയുള്ള ഫിഷ് ടാങ്ക് കണ്ട് അതിലെ വെള്ളം കുടിക്കാനായി പോകുന്നത് കാണുന്ന അവൾ, നീ എന്തോ ഈ കാണിക്കുന്നത്, അതെങ്ങനെ കുടിക്കുമെന്ന് ചോദിക്കുമ്പോ, ഈ മീനുകൾക്ക് അതിൽ കിടക്കാമെങ്കിൽ എനിക്കും അത് കുടിക്കാം, ഞങ്ങൾ രണ്ടും ഒരേ വർഗത്തിൽ പെട്ടവരാണെന്ന് അവൻ പറയുന്നത് കേൾക്കുന്ന അവൾ അവനെ കൊണ്ട് ബലമായി അതവിടെ വെപ്പിച്ച ശേഷം അവന് വെള്ളം കൊടുക്കുന്നു. വലിയൊരു ക്യാൻ വെള്ളം അവൻ ഇങ്ങനെ നൈസായിട്ട് കുടിച്ചോണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഈ വെള്ളത്തിന്റെ എല്ലാം ക്യാഷ് ഇവിടെ വെച്ചിട്ട് ഇറങ്ങി പോകാൻ നോക്കുന്ന അവള് പറയുമ്പോ അവൻ അവളുടെ നെഞ്ചിലേക്ക് നോക്കാണ്. ഇവന്റെ ആ ഒരു പേള് അവളുടെ നെഞ്ചിലാണല്ലോ ഉള്ളത്. അവൻ അത് വെച്ചാണ് നോക്കുന്നതെങ്കിലും അത് കാണുന്ന ഇവൾക്ക് ഇവൻ തെറ്റായ രീതിയിൽ നോക്കുന്നു എന്ന് തോന്നി വല്ലാത്ത ദേഷ്യമെന്ന് കാരണക്കുറ്റിക്കിട്ട് ഒരു അടി കൊടുക്കുന്നു. ആ ടീം അവൻ ഞാനൊരു മെർമെയ്ഡ് ആണെന്ന് പറയുമ്പോ അവളെ വിശ്വസിക്കുന്നില്ല. അവളെ വിശ്വസിപ്പിക്കാനായി ഇവൻ അവിടെയുള്ള ബാത്ത് ടബിൽ നിറച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ചാടുന്നു. ഉടനെ അവന് മനുഷ്യരുടെ കാലുകൾ മാറി മത്സ്യകന്യകന്റെ കാല് വരുവാണ്. അത് കാണുന്നവൾ അപ്പൊ തന്നെ ബോധം കെട്ട് വീഴുന്നു. ഒരുവിധം അവൻ അവൾക്ക് ബോധം വരുത്തി എടുക്കുമ്പോഴാണ് ഇവനാണ് മുന്നേ കടലിൽ വെച്ച് താൻ കണ്ട ആ ഒരാളെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ദേ നോക്ക്, നീ മുന്നേ കടലിൽ വീണപ്പോ ഞാനാ നിന്നെ സഹായിച്ചത്. അതിന്റെ പേരിൽ എനിക്ക് എന്റെ പേള് നഷ്ടമായി. അതിപ്പോ നിന്റെ കൈവശമുള്ളത്. അത് തന്നില്ലെങ്കിൽ ഞാനും മരിക്കും, നീയും മരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് അത് താന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് പാനിക്കായി ക്വിങ് ചെന്ന് നോക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ആണ്. ദേ നോക്ക്, ഞാൻ കുറച്ച് ബിസിയാണ്, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ ബോയ് ഫ്രണ്ടിന്റെ അകത്ത് കയറ്റാതെ പറഞ്ഞു വിടാനായി അവൾ നോക്കുന്നുണ്ട്. പക്ഷേ ബോയ് ഫ്രണ്ട് അകത്തേക്ക് കയറി വന്ന് അവളെ പ്രൊപ്പോസ് ചെയ്യുന്നു. അത് കണ്ടുകൊണ്ട് വരുന്ന അതൊന്നും ഇവിടെ നടക്കില്ല. എന്റെ പേൾ അവളുടെ കൈവശം ഉള്ളിടത്തോളം അവൾ എന്റെ ഗേൾ ഫ്രണ്ടാ പോയെന്നെല്ലാം പറയുമ്പോ അത് കേൾക്കുന്ന ഈ ബോയ് ഫ്രണ്ട് അന്തം വിട്ടുപോകുന്നു. എന്ത് ഇയാൾ പറയുന്നത്, ആരിവൻ? അപ്പൊ നിനക്ക് വേറെ റിലേഷൻ ഉണ്ടല്ലേ, നിന്നെ പറ്റിക്കല്ലേ എന്നല്ല ബോയ് ഫ്രണ്ട് പറയുമ്പോ, പറ്റീരോ? ഞങ്ങൾ മെർമെയ്ഡ്സിന് അങ്ങനെ പറ്റീരിന്റെ പരിപാടികളൊന്നുമില്ല. അങ്ങനെ ഇവിടെ വാക്കേറ്റം നടക്കുമ്പോ അതിൽ ക്വിങ് ഇടപെടുന്നു. അതെ, കാര്യങ്ങളൊക്കെ പിന്നെ വിശദമായി പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങളൊന്ന് പോയേ, എനിക്കിവിടെ വേറെ കുറച്ച് അർജന്റ് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവൾ ഒരുവിധം ബോയ് ഫ്രണ്ടിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ആ പേള് പുറത്തെടുക്കാനായി പല വഴികളും നോക്കുന്നുണ്ട്. ഓരോന്ന് കഴിച്ച് വയറിന് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അത് വയറ്റിൽ നിന്ന് പുറത്തു വരുന്നൊക്കെ നോക്കിയിട്ട് ഒന്നും തന്നെ വർക്കൗട്ട് ആവുന്നില്ല. ആ സമയത്താണ് കിസ് ചെയ്തപ്പോഴല്ലേ ഇതിങ്ങനെ അകത്തേക്ക് പോയത്. അപ്പോ അതുപോലൊരു കിസ് അടിച്ചാൽ അത് പുറത്തേക്ക് വന്നാലോ എന്നൊരു ചിന്ത രണ്ടുപേർക്കും വരുന്നുണ്ടെങ്കിലും ഉടനെ ക്വിങ് അതൊന്നും പറ്റത്തില്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയുമ്പോ അതിന് ആർക്ക് നിന്റെ കിസ് വേണം, വേറെ വല്ല വഴി നോക്കാന്ന് പറയുന്നു. എന്തിനാ എന്റെ ബോയ് ഫ്രണ്ടിനെ അങ്ങനെയൊക്കെ ഓരോ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എടുപ്പിച്ചെന്ന് ക്വിങ് ചോദിക്കുമ്പോ, അത് പിന്നെ നിന്റെ ബോയ് ഫ്രണ്ട് അങ്ങനെ നിന്നെ കിസ് ചെയ്ത് അത് അവന്റെ ദേഹത്ത് പോവാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. ബോയ് ഫ്രണ്ടിന്റെ ബോസ് ആകട്ടെ അവനോട് എത്രയും പെട്ടെന്ന് ആ റിസോർട്ട് നേടിയെടുക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞ് എരിപിരി കേട്ടുന്നു. അങ്ങനെ എന്തെങ്കിലും ഇപ്പുറത്ത് പേൾ എടുക്കാൻ വേണ്ടി ക്വിങ്ങിന്റെ കൂടെ നിൽക്കുന്ന ക്വിങ്ങിന്റെ അനിയനെ കഴിഞ്ഞ 10 വർഷങ്ങളായി കാണാനില്ലെന്നും അവനെ അന്വേഷിച്ച് ക്വിങ് ഒരുപാട് അലയുന്നുണ്ടെന്നും ഒരുപക്ഷെ അവൻ എന്തെങ്കിലും തിരിച്ചു വന്നാൽ അവന് തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്താനുള്ള ഒരേ ഒരു അടയാളം ഈ ഒരു റിസോർട്ട് ആണെന്നും ഇത് ഫാമിലിയായി ഇവർ നടത്തിയിരുന്ന ഒരു ഇതായതുകൊണ്ട് അനിയൻ ഇത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ ഇവിടേക്ക് അന്വേഷിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന കാര്യം കൊണ്ടാണ് നഷ്ടത്തിൽ പോകുന്ന ഈ റിസോർട്ട് ക്വിങ് ഉപേക്ഷിക്കാത്തത് എന്നൊക്കെ മനസ്സിലാവുന്നു. അവൾ അപ്പോഴും ഇവൻ ചുമ്മാ പേളെന്നും പറഞ്ഞ് അവളുടെ ചെലവിൽ ഇവിടെ ഫുഡും കഴിച്ച് കഴിയാണെന്ന് നല്ല കലിപ്പിലിരിക്കുകയാണ്. ആ ഒരു സമയത്ത് യാദൃശികമായി ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള മറ്റൊരു റിസോർട്ടിലേക്ക് പോകാനായി എത്തുന്ന കുറച്ച് ടൂറിസ്റ്റുകൾ ഇവനെ കാണുന്നു. കണ്ടപാടെ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടികൾ അവനുള്ളത് കൊണ്ട് മാത്രം ഈ റിസോർട്ടിൽ വന്ന് റൂം എടുക്കുന്നു. അത് മനസ്സിലാക്കുന്ന ക്വിങ് ആകട്ടെ ഇവിടെയൊക്കെ ഹോട്ടൽസിന്റെ വെളിയിൽ ഹോട്ടലിന് പേരെഴുതി ബോർഡ് പിടിച്ച കുറച്ച് പേരെ നമുക്ക് കാണാലോ, അതുപോലെ ഈ റിസോർട്ടിന് വെളിയിൽ നിർത്താണ്. അവനെ കണ്ട് അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരി പെൺകുട്ടികളെല്ലാം തടിച്ചു കൂടുന്നു. അങ്ങനെ അവർ ഈ റിസോർട്ടിൽ റൂം എടുക്കുക. അതുപോലെ കുറച്ച് ക്യാഷ് ക്വിങ്ങിന് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അവിടെ നിൽക്കുന്ന സമയത്താണ് അന്വേഷിച്ച് പുറപ്പെട്ട അവന്റെ ബ്രദേഴ്സ് അവനെ ഇവിടെ കാണുന്നതും അവനെന്തോ അപകടത്തിൽപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ച് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നതും. എന്നാലും ക്വിങ് അവരുടെ പുറകെ ഓടി അവരെ പിടിച്ചു നിർത്തുന്നു. അപ്പോഴേക്കും അവന്റെ പേള് നഷ്ടപ്പെട്ട കാര്യം സഹോദരന്മാരോട് പറയുന്നു. പേളില്ലാതെ തിരിച്ച് മത്സ്യകന്യകനായി കടലിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കുന്ന അവർ ഇല്ലാതെ അവരും തിരിച്ചു പോയില്ല. അതുകൊണ്ട് അവരെ ഇവിടെ താമസിപ്പിക്കണമെന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് ഒടുക്ക ക്വിങ്ങിന് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ പിന്നീട് ക്വിങ് കേൾക്കാതെ ഇവർ 4 പേരും എങ്ങനെ ആ ഒരു പേൾ എടുത്ത് രക്ഷപ്പെടും എന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ക്വിങ്ങിനെ കൊന്ന ആ പേൾ എടുത്താലോ എന്ന് വരെ അവർക്കിടയിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അവരാകട്ടെ അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അടുത്തേക്ക് ഒരു കത്തിയൊക്കെ ആയിട്ട് അതിനുവേണ്ടി പോകുന്നു. പക്ഷെ 4 പേർക്കും അവളെ ഉപദ്രവിക്കാനായി ധൈര്യം വരുന്നില്ല. പക്ഷെ അവൾ ഇത് കണ്ട് അവന്മാരെ കൈയോടെ പിടികൂടുന്നു. എന്തായാലും എന്നെ ഉപദ്രവിക്കാൻ വരെ നിങ്ങളുടെ ചിന്ത പോയല്ലോ, അതുകൊണ്ട് അതിനുള്ള ശിക്ഷയായി അവൾ അവന്മാരെ റൂമിൽ പൂട്ടിയിടുന്നു. അത് നല്ല വലിയ ബാർട്ടബ് സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു വലിയ റൂം സ്പേസ് ആണ്. അവിടെ ഇരിക്കുമ്പോൾ എന്നാലും എങ്ങനെ ഈ പേള് പോയതെന്ന് സഹോദരന്മാര് ചോദിക്കുന്നു. അപ്പോഴാണ് മടിച്ച് ഇങ്ങനെ ഒരു കിസ് സംഭവിച്ചു അപ്പൊ പോയതാണെന്ന് പറയുന്നത്. അത് കേട്ട അവന്മാര് അവനെ കളിയാക്കുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് കിസ് ഇങ്ങനെ തൊലച്ചല്ലോ എന്ന് പറഞ്ഞു. എങ്കിലേ കിസ് അടിക്കാതെ അത് തിരിച്ചു കിട്ടാൻ വേറെ വഴിയില്ലെന്നില്ല അവന്മാര് പറയുമ്പോ കിസ് ചെയ്യുന്ന കാര്യം ഓർക്കാൻ പോലും വയ്യ. എന്തായാലും അവർ ആ റൂമിൽ തന്നെ കിടക്കുന്ന സമയത്ത് പുറത്ത് ഇതൊരു റെസ്റ്റോറന്റും റിസോർട്ടും കൂടി ചേർന്നാണ് ക്വിങ് നടത്തുന്നത്. അവിടെ ഫുഡ് കഴിക്കാനായി എത്തിയ ഒരാൾ പർപ്പസ്ഫുള്ളി ഒരു പുഴുവിനെ ഫുഡിൽ ഇട്ടിട്ട് ഏതാണ്ട് ചീത്ത ഫുഡാണ് ഇവിടെ കസ്റ്റമേഴ്സിന് നൽകുന്നത് എന്ന രീതിയിൽ അവിടെ സീൻ ഉണ്ടാക്കുന്നു. ഇയാൾ തട്ടിപ്പ് കാണിക്കുകയാണ്
എന്ന് മനസ്സിലാക്കുന്ന അവിടെ ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരുന്ന ക്വിങ് അയാളോട് തർക്കിക്കുമ്പോ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. എന്തായാലും ഈ ഒരു ബഹളം കേട്ട് അകത്ത് റൂമിൽ കിടക്കുകയായിരുന്ന ഇയും ബ്രദേഴ്സും പുറത്തേക്ക് വരുന്നു. അപ്പോഴേക്കും ഇപ്പുറത്ത് ക്വിങ്ങിന്റെ ബോയ് ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. അവൻ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളിനോട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുന്ന പോലെ നോക്കുന്നുണ്ട്. പക്ഷെ അയാൾ വലിയൊരു തുക നഷ്ടപരിഹാരം ചോദിക്കുകയാണ്. ആ ഒരു ടൈം ഈ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് ഇനി റിസോർട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇതൊന്ന് വിൽക്കാമെന്നുള്ള രീതിയിൽ ബോയ് ഫ്രണ്ട് സംസാരിക്കും. ഞാൻ എന്തിനു വിൽക്കണം, ഇയാൾ ഉടായ്പ് കാണിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അതിനെന്നെ കിട്ടില്ല എന്ന് അവള് സംസാരിക്കുമ്പോ ഇതെല്ലാം കേൾക്കുന്ന ഈ അയാളോട് എത്ര രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ചോദിക്കുമ്പോ ഞാൻ തരാമെന്ന് അവൻ പറയുന്നത് കൂടി കേൾക്കുന്ന അയാൾ, അങ്ങനെ നഷ്ടപരിഹാരം തന്നാല് എനിക്ക് വല്ലതും പറ്റിയാൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അതുകൊണ്ട് കാശൊന്നും വേണ്ട, റിസോർട്ട് പൂട്ടണം എന്നുള്ള വാശിയിൽ അയാൾ നിൽക്കാണ്. ആ ഒരു സമയത്താണ് അയാളുടെ പോക്കറ്റിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന കവർ ഈ കാണുന്നത്. അവനത് എടുത്ത് നോക്കുമ്പോ അതിൽ കുറെ പുഴുക്കളുണ്ട്. ഉടനെ പണി പാളി എന്ന് മനസ്സിലാക്കുന്ന ആൾ പെട്ടെന്ന് അവിടെ നിന്ന് തടി തപ്പുന്നു. ഉടനെ ബോയ് ഫ്രണ്ടും ശരി പ്രശ്നം എന്തായാലും സോൾവ് ആയല്ലോ, പിന്നെ കാണാന്ന് പറഞ്ഞ് അവിടെ നിന്ന് നൈസായി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ പതിയെ ക്വിങ്ങിനെയും കൂട്ടി പുറത്തേക്ക് ചെന്ന് നോക്കുന്ന ടീം ആ പ്രശ്നം ഉണ്ടാക്കിയ ആളും ബോയ് ഫ്രണ്ടും സംസാരിക്കാണ്. നിങ്ങൾ പറഞ്ഞ പോലെയല്ല ഞാൻ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ക്യാഷ് വേണമെന്ന് ബോയ് ഫ്രണ്ടിനോട് ആവശ്യപ്പെടുമ്പോ താൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ചുക്കും ഇവിടെ സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് 10 പൈസ തരില്ല എന്ന് പറഞ്ഞ് അവര് തമ്മിൽ വഴക്കാവുന്നു. എന്തായാലും ഇതൊക്കെ നേരിട്ട് കണ്ട ക്വിങ് ഇത്ര ചതി തന്നോട് ചെയ്ത ഈ ഒരു റിസോർട്ട് തന്നിൽ നിന്ന് തട്ടിയെടുത്ത് എങ്ങനെയും കമ്പനിക്ക് കൊടുക്കാനായി ശ്രമിക്കുന്ന ബോയ് ഫ്രണ്ടിനോട് 2 എണ്ണം പറയുന്നുണ്ട്. നിങ്ങളുമായി എനിക്ക് ഇനി യാതൊരു ബന്ധമില്ല, ബ്രേക്കപ്പ് ആണ്, എല്ലാം അവസാനിച്ചു എന്ന് അവള് പറയുമ്പോ നിനക്കിപ്പോ പുതിയൊരാളെ കിട്ടിയപ്പോ എന്നെ വേണ്ടല്ലേ എന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ട് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ആ ഒരു സമയത്ത് ഈയുടെ ബ്രദേഴ്സ് അവിടേക്ക് എത്തി പ്രശ്നം ഉണ്ടാക്കുന്ന ബോയ് ഫ്രണ്ടിനെ പേടിപ്പിച്ച് ഓടിക്കുന്നു. ഇവന്മാര് ഏട്ടത്തി എന്നാണ് ക്വിങ്ങിനെ ഇപ്പോ വിളിക്കുന്നത്. അത് ക്വിങ്ങിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ക്വിങ് മുന്നേ ഈയെ മാത്രമാണ് തന്നെ മോഡലാക്കി നിർത്തിയതെങ്കിൽ ഇപ്പോൾ അവന്റെ സഹോദരന്മാരെയും കൂടി മോഡലാക്കി നിർത്തി കസ്റ്റമേഴ്സിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും റിസോർട്ട് ക്വിങ് മര്യാദയുടെ രീതിയിൽ തരില്ല എന്ന് മനസ്സിലാക്കിയ ബോയ് ഫ്രണ്ട് അത് അവന്റെ ബോസിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ബോസിന്റെ ആളുകൾ ക്വിങ്ങിനെ തട്ടിക്കൊണ്ടു പോകാനായി വരുന്നു. ക്വിങ്ങിനെ അവർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അവൾക്ക് അപകടം സംഭവിക്കുന്നത് ഒരു നെഞ്ചുവേദന പോലെ ഇൻഡിക്കേഷനായി ഈക്ക് ഫീൽ ആവുന്നുണ്ട്. അവൻ വേഗം തന്നെ അവളെ രക്ഷപ്പെടുത്താനായി പോയി അവനെയും കൂടി അവർ തട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്ന് ഇവരെ വന്ന് കാണുന്ന ബോസിന് ഇതിലെ ആ പയ്യൻ മനുഷ്യനല്ല, അവൻ മത്സ്യകന്യകനാണെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ഒന്നും ചെയ്യാതെ വിടാനായി തീരുമാനിക്കുന്ന അവർ തന്റെ ആളുകളോട് ഇവർ എസ്കേപ്പ് ആവട്ടെ, അതിനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാക്കണം, പക്ഷെ അതിനു മുന്നേ അവനെ ചെറുതായിട്ട് പരിക്കേൽപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ അനുവദിക്കാവുള്ളെന്നും പറയുന്നുണ്ട്. അത് പ്രകാരം പിന്നീട് രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന ഈക്കും ക്വിങ്ങിനും അതിന് സാധിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഈക്ക് ചെറുതായി പരിക്കേറ്റ് രക്തം വരുന്നു. അവന്റെ രക്തം നമ്മുടെ പോലെ ചുവന്ന നിറത്തിലല്ല, മറിച്ച് നീല നിറത്തിലാണ്. എന്തായാലും ഇവരിപ്പോ ഉള്ള സ്ഥലത്ത് നിന്ന് തന്റെ റിസോർട്ടിന്റെ അവിടേക്ക് പോവാ ഇത്തിരി ദൂരമാണ്. അതുവരെ പരിക്കേറ്റ് ഈക്ക് സാധിക്കില്ലെന്ന് മനസ്സിലാക്കുന്ന ക്വിങ് ആകട്ടെ അടുത്തുള്ള വലിയ ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെയുള്ള സ്വിമ്മിംഗ് പൂളില് ഈയെ കൊണ്ടുപോയി ഇരുത്താണ്. കാരണം ഇവർക്ക് ഈ വെള്ളം മരുന്ന് പോലെയാണ്. അങ്ങനെ ആ വെള്ളത്തിൽ ഇരിക്കുന്നത് ഈക്ക് വളരെ ആശ്വാസമാവുന്നുണ്ട്. എങ്കിലും അങ്ങോട്ടേക്ക് ആരും വരാതിരിക്കാനും ആരും ഇവന്റെ നീല നിറത്തിലെ രക്തം കാണാതിരിക്കാനും ആ സ്വിമ്മിംഗ് പൂള് ഈ അവിടെ ഇരിക്കുന്ന അത്രയും നേരത്തേക്ക് മൊത്തത്തിൽ ക്വിങ് വാടകയ്ക്ക് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഈക്ക് കുറച്ച് ബെറ്റർ ആവുമ്പോ ഇവർ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോ അതിന്റെ ഒരു ബില്ല് ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ വലിയൊരു എമൗണ്ട് ആയിരുന്നു. എങ്ങനെ കാശ് കൊടുക്കുമെന്ന് അറിയാതെ അവരവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഈയെ അന്വേഷിച്ച് അവന്റെ ബ്രദേഴ്സ് എത്തുന്നത്. തുടർന്ന് കാശിന് വേണ്ടി ഈക്ക് ഒരു ഐഡിയ വരുന്നു. അവൻ അവന്റെ ഒരു സഹോദരനെ മാറ്റി നിർത്തി നല്ല പിച്ച് വെച്ച് കൊടുക്കാണ്. അങ്ങനെ വേദന എടുത്ത് ആ മത്സ്യകന്യകൻ കരയുമ്പോ അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് മുത്തായി മാറുന്നു. അത് വളരെ എക്സ്പെൻസീവ് ആയ മുത്താണ്. അതെടുത്ത് ക്വിങ്ങിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് വിറ്റ് ആ കാശ് ബില്ല് സെറ്റിൽ ചെയ്യാനായി പറഞ്ഞ് ഈ പോകുന്ന ടീം കൊള്ളാലോ സംഭവം എന്ന് ക്വിങ്ങിന് തോന്നുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം ക്വിങ് ആകെ പട പേടിച്ചു പോകുന്നു. അവൾ ഈയെ മാറ്റി നിർത്തി അവളുടെ ഡ്രസ്സ് മാറ്റി കാണിക്കുമ്പോ ശരീരത്തിൽ ഒരു ഭാഗത്ത് ചെതമ്പല് പോലെ വരുന്നുണ്ട്. ഇതെന്തെന്ന് അവള് വളരെ പേടിയോട് ചോദിക്കുമ്പോ എന്റെ മുത്ത് എന്റെ ശരീരത്തിൽ നിന്ന് പോയതിനു ശേഷം ഞാനൊരു കംപ്ലീറ്റ് മത്സ്യകന്യകനിൽ നിന്ന് പതിയെ പതിയെ മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുക. ആ മുത്തിപ്പോ നിന്റെ കയ്യിലുള്ളത് കൊണ്ട് നീ മനുഷ്യനിൽ നിന്ന് പതിയെ പതിയെ മത്സ്യകന്യകയായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കംപ്ലീറ്റ് ആയി നമ്മൾ രണ്ടുപേരും മാറുന്നതിന് മുന്നേ കിസ് അടിച്ച് ആ മുത്ത് പുറത്തെടുക്കുന്നതാ ബുദ്ധിയെന്ന് ഈ പറയുമ്പോ ക്വിങ് കിസ് ചെയ്യാനായി തയ്യാറാവുന്നു. അങ്ങനെ രണ്ടുപേരും കിസ് അടിക്കുന്നുണ്ടെങ്കിലും മുത്ത് വരുന്നില്ല. ഒരുപക്ഷെ മുന്നേ മുത്ത് മാറിയപ്പോ നമ്മൾ വെള്ളത്തിനടിയിലല്ലേ കിസ് അടിച്ചത്, അതുകൊണ്ട് വെള്ളത്തിൽ വീണ് കിസ് ചെയ്യാന്നും പറഞ്ഞ് രണ്ടുപേരും ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് കിസ് ചെയ്യുന്നു. അപ്പോഴും മുത്ത് വരുന്നില്ല. പക്ഷെ ഈക്ക് വെള്ളത്തിൽ അങ്ങനെ കിടക്കാൻ കഴിയുന്നില്ല. അവന് വല്ലാതെ ശ്വാസം മുട്ടുന്നു. എന്നാലും അങ്ങനെ ഇവര് വളരെ പ്രതിസന്ധിയിലുള്ള സമയത്താണ് ഈയെ കല്യാണം കഴിക്കാനായി നിർബന്ധിക്കുന്ന അങ്കിൾ ഇവിടെയും അവനെ അന്വേഷിച്ചെത്തുന്നത്. തുടർന്ന് അങ്കിളിനോട് അവൻ ഈ മുത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. മുത്ത് കൈമാറപ്പെടുന്ന സമയത്ത് അത് നീല നിറത്തിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ആ മുത്ത് റെഡ് കളറിലാകുമ്പോഴേ തിരിച്ചു കിട്ടും, അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്ന അങ്കിളും ഇവരുടെ കൂടെ ഇവിടെ കൂടുന്നു.
അങ്ങനെ ഇവിടെ ഉള്ള സമയത്ത് മുത്ത് കൈവശമുള്ള ക്വിങ് പതിയെ ഒരു മത്സ്യകന്യകയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അങ്കിൾ എന്തുകൊണ്ട് നിനക്ക് ഈയെ വിവാഹം ചെയ്ത് ഞങ്ങളുടെ വംശം നിലനിർത്തിക്കൂടാന്ന് ചോദിക്കുമ്പോൾ ഇവക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ സ്ത്രീകൾ ചുമ്മാ കുഞ്ഞുണ്ടാവാനുള്ള മിഷനാണോ? വംശം നിലനിർത്താനായിട്ട് സ്ത്രീകൾ ഉള്ളതെന്നാണ് നിങ്ങളുടെ വിചാരം എന്നൊക്കെ അവള് ദേഷ്യപ്പെടുമ്പോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. ഈ ഇവിടെ ഒരു സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നെങ്കിലും അവൻ ഞങ്ങളുടെ വംശത്തിന്റെ രാജകുമാരനാണ്. ഞങ്ങളുടെ വംശമേ അവനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഒരു ഇതിൽ പറഞ്ഞതാണെന്ന് അങ്കിളും സോറി പറയുന്നു. ഇതേ സമയം ഈയെ കണ്ടപ്പോ തന്നെ അവനൊരു മത്സ്യകന്യകനാണെന്നും അവന്റെ പേള് ക്വിങ്ങിന്റെ കയ്യിലാണെന്നും ബോയ് ഫ്രണ്ടിന്റെ ബോസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും റിസോർട്ട് ബോയ് ഫ്രണ്ടിന് നേടിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവനെ ജോലിന്ന് ഈ ഒരു ബോസ് പറഞ്ഞു വിടുന്നു. അതിനുശേഷം ക്വിങ്ങിനെ കാണാനായി അവർ പോകുന്നു. ക്വിങ്ങിന്റെ ദേഹത്ത് അറിയാത്തതുപോലെ അവർ അറിയാതെ ഒന്ന് തട്ടുന്നുണ്ട്. ആ ഒരു ടൈം ആ ഒരു പേൾ ഇപ്പോഴും ബ്ലൂ കളറിലാണ്, റെഡ് ആയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവർ അതിനുശേഷം ഈയെ കാണാനായി പോകുമ്പോ അവിടെ ഈയുടെ സഹോദരൻ ഇവരെ കാണുന്നു. രണ്ടുപേരും അറിയാതെ തട്ടുമ്പോ സഹോദരന്റെ കയ്യില് മെർമെയ്ഡുകൾ ധരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അത് ലൈറ്റ് കത്തുമ്പോ ഇവരൊരു മെർമെയ്ഡ് ആണെന്ന കാര്യം സഹോദരന് മനസ്സിലാവുന്നു. ഇവർ ആ ഒരു പേള് കൈക്കലാക്കാൻ നടക്കുന്ന ആളാണ് എന്നത് മനസ്സിലാക്കാതെ ഈ സഹോദരൻ ഒരുപക്ഷെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോ ആ പേൾ എടുക്കാൻ അത് സഹായകരമായാലോ എന്ന് കരുതി അവരോടും ഇവിടെ സ്റ്റേ ചെയ്യാനായി ആവശ്യപ്പെടുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ക്വിങ്ങിന് മനസ്സിലാവുന്നത് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ബോസ് ഒരു മനുഷ്യ സ്ത്രീ അല്ല ഇത്രയും നാള് കരുതിയതുപോലെ അവരും ഒരു മെർമെയ്ഡ് ആണെന്ന്. എന്തൊക്കെയാണെങ്കിലും തന്റെ കയ്യിൽ നിന്ന് റിസോർട്ട് തട്ടിയെടുക്കാൻ നടക്കുന്ന അവരോട് ക്വിങ്ങിന് ഒരു താല്പര്യം ഇല്ലെങ്കിലും പേൾ എടുക്കേണ്ടത് ഇവളുടെയും കൂടി ആവശ്യമായതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യാനായി അനുവദിക്കുന്നു. എന്തായാലും അവിടെ ഈ ബോസ് ഉള്ളത് ക്വിങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. ബോസ് തന്നെ എന്തെങ്കിലും ചെയ്ത് റിസോർട്ട് സ്വന്തമാക്കുമോ എന്നുള്ള പേടിയിൽ ഇവളാകെ ടെൻഷനായി നടക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ഈ അവളോട് കാര്യം ചോദിക്കുന്നു. അപ്പോഴാണ് തന്റെ ബോയ് ഫ്രണ്ട് തന്നോട് ഇങ്ങനെ പെരുമാറുന്നതും ഈ ഒരു റിസോർട്ട് തട്ടിയെടുക്കാൻ നോക്കുന്നതും ഒക്കെ അവന്റെ ഈ ബോസിന് വേണ്ടിയാണെന്ന കാര്യം ക്വിങ് ഈയോട് പറയുന്നത്. അത് കേൾക്കുന്ന ഈയുടെ സഹോദരന്മാര് അവര് നല്ലൊരു മെർമെയ്ഡാ, ഞങ്ങളുടെ വംശത്തിൽപ്പെട്ട ആരും തന്നെ മറ്റൊരാളെയും ചതിക്കാൻ താല്പര്യപ്പെടില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണെന്നെല്ലാം പറയുമ്പോ ഇന്നലെ കണ്ട അവളെ അല്ലേ ഇത്രയും നാള് പരിചയമുള്ള എന്നെക്കാളും നിങ്ങൾക്ക് വിശ്വാസം എന്ന് ക്വിങ്ങിന് ദേഷ്യം വരുന്നു. അതേസമയം ഈക്ക് വയ്യാഴിക വന്നവൻ വീഴുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു പേള് പോയതിനു ശേഷം അവൻ വളരെ വീക്കാണ്. ആ ഒരു സമയം ഈ ബോസ് ഈയുടെ ഒരു സഹോദരനെ ഒരു ബുക്ക് കാണിക്കുന്നു. ഇത് മെർമെയ്ഡുകളുടെ റൂൾസ് അടങ്ങിയ ബുക്കാണ്. അതിൽ പറയുന്നുണ്ട് ഇതുപോലെ പേൾ എക്സ്ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആ രണ്ടാളുകൾക്കിടയിൽ പ്രണയം ഉണ്ടാകുന്ന സമയത്ത് ഈ പേൾ ഒരു റെഡ് കളറിലേക്ക് മാറുള്ളൂ, അപ്പോഴേ അത് തിരിച്ചു കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്ന്. അതറിയുന്ന സഹോദരന്മാർ ഈയും ക്വിങ്ങിനെയും പ്രണയിക്കാനായി ആവശ്യപ്പെടുന്നു. പക്ഷെ അവരതിന് തയ്യാറല്ല. നിങ്ങൾ പ്രണയിക്കുന്നത് വരെ ഇവിടെ കിടക്കെന്ന് പറഞ്ഞ് രണ്ടുപേരെയും പൂട്ടിയിട്ട് അവരെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പ്രണയത്തിലാക്കാനായി നോക്കുന്നു. അതിനുവേണ്ടി പല കാര്യങ്ങള് സഹോദരന്മാര് ചെയ്യുന്നുണ്ട്. അവന്മാർക്ക് പൂച്ചയെ പേടിയായിട്ട് പോലും അവിടെ ക്വിങ് വളർത്തിക്കൊണ്ടിരുന്ന ഒരു പൂച്ചയെ ഇവരുള്ള റൂമിലേക്ക് വിടുന്നു. എന്നിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുന്നു. ഇപ്പോ പതിയെ പതിയെ മത്സ്യകന്യകയായി മാറിക്കൊണ്ടിരിക്കുന്ന ക്വിങ്ങിനും ഓൾറെഡി മത്സ്യകന്യകനായിട്ടുള്ള ഈക്കും പൂച്ച കണ്ട് പേടിയായി അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഞങ്ങൾ പ്രേമിക്കാന്ന് അവര് സമ്മതിക്കുന്നു. ഇപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത്. ഈ ബോസ് ഓൾറെഡി ഒരു മത്സ്യകന്യകയാണല്ലോ. ഈ ലോകത്ത് മത്സ്യകന്യകന്മാരാണ് കൂടുതലുള്ളത്. മത്സ്യകന്യകമാർ വളരെ കുറവാണ്. കാരണം ഇവരുടെ ശരീരത്തിൽ ആ ഒരു പേളില്ല. പേളാണ് ഈ മെർമെയ്ഡുകളുടെ ജീവൻ നിലനിർത്തുന്നത്. ഒരു മത്സ്യകന്യക 25 വയസ്സാവുമ്പോഴേക്കും മരിക്കും. അതിന് പകരം അവൾ ആ ഒരു പേള് സ്വന്തമാക്കിയാൽ അവൾ മരിക്കില്ല. പക്ഷെ അത് സ്വന്തമാക്കണമെങ്കിൽ റെഡ് കളറിലുള്ള സമയത്ത് മാത്രമേ സ്വന്തമാക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇവൾ ക്വിങ്ങും ഈയും പ്രണയത്തിലാകുന്ന ടൈം ആ ഒരു പേള് റെഡ് ആകുന്ന ടൈം അത് കൈക്കലാക്കാമെന്ന് കരുതുന്നത്. എന്തായാലും ഇതേ സമയം പ്രണയിച്ച് ആ മുത്തെങ്ങനെയും പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ക്വിങ്ങും ഈയും. ആ ഒരു വേളയിൽ ഇവരെ ഒന്നിച്ചു കാണുന്ന ബോയ് ഫ്രണ്ടിന് ഈയുടെ ആ വാല് കാണാം. അതോടെ ഇവൻ മനുഷ്യനല്ല എന്നത് അവൻ കൺഫേം ചെയ്യുന്നു. അപ്പോഴേക്കും ബോസ് ആകട്ടെ ഇവർ പ്രണയിക്കാമെന്ന് സമ്മതിച്ചത് കൊണ്ട് തന്നെ ഇവരെ തട്ടിക്കൊണ്ടും പോകുന്നു. ഇവരെ കസ്റ്റഡിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ആ ഒരു മുത്ത് എങ്ങനെയും പുറത്തു കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വിങ്ങിനെ കൊല്ലുമെന്ന് ഈയെ ഭീഷണിപ്പെടുത്തുമ്പോ അവൻ അവന്റെ ജീവൻ പോലും പണയം വെച്ച് ക്വിങ്ങിനെ രക്ഷിക്കാനായി ആ ഒരു നിമിഷം തയ്യാറാവുന്നുണ്ട്. ആ ഒരു സമയത്ത് തനിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ നിൽക്കുന്ന ഈയോട് ക്വിങ്ങിന് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയും അവളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു മുത്ത് റെഡ് കളറിൽ പുറത്തു വരികയും ചെയ്യുന്നു. ഈക്ക് എന്തു പറ്റിയെന്ന് ക്വിങ് ടെൻഷനാവുന്ന ഈ ഒരു സമയം മുത്ത് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ബോസ്. പക്ഷെ അപ്പോഴാണ് അങ്ങോട്ടേക്ക് കുറച്ച് ആളുകളെയും കൂട്ടി ബോയ് ഫ്രണ്ടിന്റെ വരവ്. അപ്പോഴേക്കും ഈയുടെ ഒരു സഹോദരനും അവിടേക്ക് വരുന്നു. അവിടെ വെച്ച് തന്നെ ജോലി എന്ന് പറഞ്ഞുവിട്ട ബോസിനെയും തന്നെ ബ്രേക്കപ്പ് ചെയ്ത് ക്വിങ്ങിനെയും പണിഷ് ചെയ്യാനായി ബോയ് ഫ്രണ്ട് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഈയെ കൊല്ലണ്ടെങ്കിൽ റിസോർട്ട് തന്റെ പേരിൽ എഴുതി തരാനായി ബോയ് ഫ്രണ്ട് ആവശ്യപ്പെടുമ്പോ അത് ക്വിങ് ചെയ്യാണ്. എന്നിട്ട് പോലും പറഞ്ഞ വാക്ക് പാലിക്കാതെ ഈയെ വെള്ളത്തിലേക്ക് ബോയ് ഫ്രണ്ട് തള്ളിയിടുന്നു. പിറകെ കലി തീരാതെ ക്വിങ്ങിനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. അങ്ങനെ ആ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോ മുത്ത് കിട്ടിയ സന്തോഷത്തിൽ തന്റെ ജീവൻ രക്ഷിക്കാമെന്ന് ബോസ് കരുതുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഈയുടെ ഒരു ബ്രദർ ഇവിടെ ഉണ്ടല്ലോ, അവൻ ഇവളെ വലിയൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പരിചയപ്പെട്ട സമയത്ത് ഇവളിങ്ങനെ തന്റെ ചേട്ടന്റെ മുത്തെടുത്ത് ചേട്ടന്റെ ജീവൻ അപായപ്പെടുത്തുമെന്ന് തോന്നുന്നവൻ നിനക്ക് ജീവിക്കാനായിട്ട് നീ എന്റെ മുത്തെടുത്തോ, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, നീ എന്റെ മുത്തെടുത്ത് നിന്റെ ജീവൻ നിലനിർത്തിക്കൊള്ളാനായി പറഞ്ഞ് അവൻ സ്വന്തം
ജീവൻ ഇവൾക്ക് വേണ്ടി വെടിയാനായി തയ്യാറാവുന്നു. അതിൽ വല്ലാത്ത കുറ്റബോധം തോന്നുന്ന അവളാകട്ടെ അതിന് ഇടവരുത്താതെ മരിക്കുകയാണ്. അപ്പോഴേക്കും വെള്ളത്തിൽ വീണ് ഈയെ ക്വിങ് രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു സമയം താൻ ഇഷ്ടപ്പെട്ട ഈ മെർമെയ്ഡ് തന്റെ അടുത്ത് കിടന്ന് മരിക്കുന്നത് സഹിക്കാൻ വയ്യാതെ ഈയുടെ ബ്രദർ ആകെ പൊട്ടിക്കരയുന്നുണ്ട്. അവൻ വളരെ ട്രൂ ലവോടുകൂടി വേറെ യാതൊരു ഇന്റൻഷനും ഇല്ലാതെ പ്യൂറായി ഉള്ള ഇഷ്ടം കൊണ്ട് അവൾക്ക് വേണ്ടി ഇങ്ങനെ കരയുമ്പോ അവന്റെ മുത്ത് രണ്ടായി സ്പ്ലിറ്റായി ഒന്ന് അവന്റെ ശരീരത്തിൽ തന്നെ മറ്റേത് അവളുടെ ശരീരത്തിലേക്കും പോകുന്നു. അങ്ങനെ മരിച്ചു എന്ന് കരുതി അവൾ ജീവനോടെ തിരിച്ചെത്തുന്നത് കണ്ട് അവൻ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ അവന്റെ സന്തോഷത്തിൽ അത് കണ്ടുനിന്ന് എല്ലാവരും ഹാപ്പി ആവുന്നു. അതേസമയം ഇപ്പോൾ ക്വിങ്ങും ഈയും ഒന്നിച്ച് ജീവിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അവരും ഇതുപോലെ ആത്മാർത്ഥ സ്നേഹം കൊണ്ട് ഒരു മത്സ്യകന്യകനും സാധാരണ മനുഷ്യ പെൺകുട്ടിക്കും എങ്ങനെ ഒന്നിക്കാം എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ്. അവർ ഹാപ്പിയായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് തന്നെ ഇത്രയും നാൾ ക്വിങ് തേടി നടന്ന കാണാതായ അവളുടെ ബ്രദറും എത്തുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോഴാണ് ലൈഫ് ഒന്ന് ഹാപ്പി ആയത് സെറ്റ് ആയത് എന്ന് തോന്നുന്ന അവൾ ഈയുടെ കൂടെ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.